നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികളുടെ നെഞ്ചത്തടിച്ചുള്ള തീരുമാനമാണ് ഇപ്പോൾ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. വിസകൾ സസ്പെൻഡ് ചെയ്തു, ഒപ്പം യാത്രാ വിലക്കും. ഇനി പെട്ടുപോയവർ പെട്ടത് തന്നെ. COVID-19 രോഗബാധയെ മഹാമാരിയായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചതിന് പിന്നാലെ ശക്തമായ നടപടികളാണ് ലോകരാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയും ഇതേ രീതിയിൽ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. നയതന്ത്ര വിസകൾ ഒഴികെയുള്ള എല്ലാ വിസകളും ഏപ്രിൽ 15 വരെ സസ്പെൻഡ് ചെയ്യാൻ ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ അധ്യക്ഷം വഹിച്ച യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി. യോഗത്തിൽ UN-നും രാജ്യാന്തര സംഘടനാ പ്രതിനിധികൾക്കും തൊഴിൽ വിസകൾക്കും ഇളവും ലഭിച്ചിട്ടുണ്ട്. മാർച്ച് 13 മുതൽ തീരുമാനം നടപ്പാക്കി തുടങ്ങുന്നതായിരിക്കും. ഇന്ത്യയിലേക്ക് അടിയന്തരമായി യാത്ര ചെയ്യേണ്ടി വരുന്നവർ നയതന്ത്ര കാര്യാലയവുമായി ബന്ധപ്പെടണമെന്ന് അറിയിച്ചിട്ടുണ്ട്. നയതന്ത്രം, ഔദ്യോഗികം, UN അടക്കമുള്ള രാജ്യാന്തര ഏജൻസികൾ, തൊഴിൽ, പ്രൊജക്ട് വിസകൾ ഒഴികെയുള്ളവയ്ക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റെല്ലാ വിസകളും നാളെ മുതൽ മരവിപ്പിക്കും. OCI അതായത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡുള്ളവർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഏപ്രിൽ 15 വരെ മരവിപ്പിച്ചു. അടിയന്തര ആവശ്യങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരേണ്ട വിദേശികൾ അവിടുത്തെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയവുമായി ബന്ധപ്പെടണം. നയതന്ത്ര വിസകൾ ഒഴികെയുള്ള എല്ലാ വിസകളും ഏപ്രിൽ 15 വരെ സസ്പെൻഡ് ചെയ്യാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല സമിതിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചൈന, ഇറ്റലി, ഇറാൻ, കൊറിയ, ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരോ ഈ രാജ്യങ്ങൾ സന്ദർശിച്ച ഇന്ത്യക്കാരോ വിദേശികളോ ആയവർ ഇന്ത്യയിലെത്തിയാൽ 14 ദിവസത്തേക്ക് കർശനമായി നിരീക്ഷിക്കുന്നതായിരിക്കും. രാജ്യത്തിന്റെ അതിർത്തിയിൽ നിയന്ത്രണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇറ്റലിയിൽ കുടുങ്ങിയ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് പരിശോധന നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കാനും അതോടൊപ്പം തന്നെ പരിശോധനാ ഫലം നെഗറ്റീവായാൽ ഇന്ത്യയിലെത്തിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇറ്റലിയിൽ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുകയാണ്. അതിനാൽ തന്നെ ഇറ്റലിയിലെ ഇന്ത്യൻ എംബസി താൽക്കാലികമായി അടച്ചെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിപ്പുകൾ നൽകുമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു. കുവൈറ്റിലും വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ മാർച്ച് 29 വരെ പൊതു അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ വിമാന സർവീസുകളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ റദ്ദാക്കിയതായും കുവൈറ്റ് ഭരണകൂടം അറിയിക്കുകയുണ്ടായി. നിലവിൽ 114 രാജ്യങ്ങളിലായി 1 ലക്ഷത്തിലേറെ പേർക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞു. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 4291 പേരാണ് വൈറസ് ബാധിച്ച് മരിച്ചത് തന്നെ. മരണനിരക്ക് ഇനിയും ഉയരുമെന്നാണ് നിഗമനം. ആശങ്കപ്പെടുത്തുന്ന വിധത്തിലേക്ക് കൊറോണ വൈറസ് പരക്കുന്നതും അതിന്റെ തീവ്രതയേറുന്നതുമാണ് മഹാമാരിയായി പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണമായി ലോകാരോഗ്യ സംഘടന അധികൃതർ പറയുന്നത്. വൈറസിനെ തടയാനുള്ള പ്രവർത്തനങ്ങൾ പല രാജ്യങ്ങളും കാര്യക്ഷമമായി നടപ്പാക്കാത്തതും പ്രഖ്യാപനത്തിന് പിന്നിലുണ്ടെന്ന് WHO മേധാവി ടെഡ്രോസ് അദാനം ഗബ്രിയേസസ് പറയുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ജനുവരി 30 കൊറോണയെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള WHO നിർണായക നീക്കമാണിത്. ഇപ്പോൾ 114 രാജ്യങ്ങളിലായി 1.18 ലക്ഷത്തിലേറെ പേർക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞു. മാർച്ച് 11 വരെ 4291 പേർ മരിച്ചു. ഈ സംഖ്യ ഇനിയും ഉയരുമെന്ന് WHO വ്യക്തമാക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.